और एक तो राउंड वाला अच्छा ना तो वो वाला ക്ലീനർ ഹലോ അപ്പോൾ ഞാനേ നമ്മുടെ സ്കൂബിയുടെ കടയിൽ വന്നതാണ്. പ്യുവർ പെറ്റ് മേടിച്ചു. അവൻ്റെ ബിസ്ക്കറ്റ് തീർന്നു. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തപ്പോൾ അവന് 40 കിലോ ഉണ്ടായിരുന്നുള്ളേ. അത് വർഷത്തിലൊരിക്കൽ ഒരു ഗുളിക കൊടുക്കുന്നതാണല്ലേ ചോക്ലേറ്റ് കൂടെ. അപ്പോൾ ഇത് 40 കിലോ ഉള്ളപ്പോൾ 42 കിലോ ഉള്ളപ്പോഴൊക്കെ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ അവൻ 45 കിലോ ഉള്ളതുകൊണ്ട് ഇതാണ് തന്നേക്കുന്നത്. 3 ഡോസ് കൂടുതലാണ് തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അവന് കൊടുക്കേണ്ട സമയം വർഷത്തിലൊരിക്കൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ടിക്കൊന്നും ഉണ്ടാവില്ലേ. ഇത് അവൻ്റെ ക്ലീനർ ഷാമ്പു. ഇത് ഡോക്ടർ എഴുതി തന്ന തന്നെയാണ്. പിന്നെ പ്യുവർ പെറ്റ് മേടിച്ചു. ये दूटू बॉटल और बॉटल नहीं छोटा वाला ऐसा है ये वाला ये कंपनी का माने थोड़ा वेट कंपनी सेम है। एक तो वेट ज़्यादा 40 मतलब 20 और 40 के बीच में। ओ अच्छा ये 45 के ऊपर 40 के ऊपर वो एक साल में 40 का ऊपर ठीक है। ऐसा रात में देने से चलेगा। हाँ खाने के बाद ठीक है। ഇത് അവന് കഴിഞ്ഞ വർഷം കൊടുത്താണ്. ഇപ്പോൾ കിലോ കൂടിയുണ്ട് അവന്. ഇത് ഇത്തിരി ടാബ്ലറ്റ്സ് കൂടിയത് ഡോസ് കൂടുതലുള്ളതാണ്. ഇതാണ് ഡോക്ടർ എഴുതി തന്നത്. അന്നേരം അവന് വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ വെയിറ്റൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ വെയിറ്റ് ചോദിച്ചിട്ട് അവർ തന്നായിട്ട്. അപ്പോൾ ഇതുപോലെ ഇരിക്കും ചോക്ലേറ്റ്. വർഷത്തിലൊരിക്കൽ 2000 രൂപയും കൊണ്ടാണ്. വർഷത്തിലൊരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ 2100 രൂപയാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ടിക്കൊന്നും ഉണ്ടാകത്തില്ല. ഇത് കണ്ടു ഫ്രണ്ട്സ് കൊളുക്കെ ദിക്കായി. ഇതൊരു കോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവന് പറ്റൂല്ലെന്നാണോ അത് ഇതേണ്ട ഇത് കോട്ടാണ്. ഇത് തലയുടെ അവിടെ വരും. എന്നിട്ട് ഇത് സിർ ദിക്കായി സിർ ഇത് തലയുടെ അവിടെ വരും കേട്ടോ. എന്നിട്ട് ഇത് ഹാത്തായക ഹെന വല ഇത് വയറ്റിൻ്റെ അവിടെ വരും. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. അവിടെ പോയി ഇട്ട് നോക്കിയിട്ട് അവന് ഇത് പറ്റൂലെങ്കിൽ ഇത് മാറ്റി മേടിക്കാം. നമുക്ക് തിരിച്ചു കൊണ്ടൊന്ന് മാറ്റി മേടിക്കാം. അപ്പോൾ ഞാനൊരു കോട്ട് മേടിച്ചു കേട്ടോ. നോക്കട്ടെ കൊള്ളാമോ ഇല്ലയെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു ഡ്രസ്സും കൂടെ മേടിച്ചു. ഈ കളർ അവനില്ലല്ലോ. അപ്പോൾ ഒരു ഡ്രസ്സും കൂടെ മേടിച്ചു കേട്ടോ. ഒരു ഗഞ്ചിയും കൂടെ. ഈ കളർ ഇല്ലല്ലോ. അപ്പോൾ കൊച്ചിനുള്ളതാണ്. ഒരു കോട്ട് വാങ്ങിച്ചു. നല്ല തണുപ്പ് വരുമ്പോൾ ഇടാൻ. ഇത് ഒരു ഗഞ്ചി വാങ്ങിച്ചു. സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. കാരണം ആ കോട്ട് ഞാൻ മേടിച്ചില്ല, വെറുതെ വേസ്റ്റായി പോയെ. ആ ഡ്രസ്സ് മേടിച്ചു. അപ്പോൾ അതും കൊണ്ട് വീട്ടിലേക്ക് പോകണം. ഈ ടാബ്ലറ്റ് സമാരാ ഉസ്കാ ठीक ഈ കളർ അവനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മേടിച്ചു. ഈ കടയൊക്കെ സുപരിചിതമാണല്ലോ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. ശരി ഓക്കെ പോകുന്ന കേട്ടോ. മിക്സ് കാലിയാണ് കടകളുടെ സാധനങ്ങൾ. 2 പാക്കറ്റ് ബോട്ടിൽ ബിസ്ക്കറ്റേ ഉള്ളൂ. അത് മേടിച്ചു വീട്ടിലേക്ക് പോകുന്നു. വിച്ചിട്ട് പൊന്നിൻ്റെ ഷാമ്പു മെഡിസിൻ പൊന്നിൻ്റെ മെഡിസിൻ പൊന്നിൻ്റെ ഇതൊക്കെ സ്കൂബിയുടെ ആണോ? ഇതൊക്കെ സ്കൂബിയുടെ ആണോ ഇതൊക്കെ? കണ്ടല്ലോ എത്തി നോക്കിയത്. അവൻ്റെ സാധനം അവന് നന്നായിട്ട് അറിയാം കേട്ടോ. ആ കോട്ട് മേടിച്ചില്ല. കോട്ട് ഇനിയിപ്പോൾ 2 മാസമല്ലേ ഉള്ളൂ തണുപ്പ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കളയട്ടെ എന്ന് വിചാരിച്ചു. കോട്ട് മേടിച്ചില്ല കേട്ടോ. ഈ ഒരു ഉടുപ്പ് മേടിച്ചുള്ളൂ. ഇതേ കളറില്ലല്ലോ അവന്. ഈ കളറില്ല. അപ്പോൾ അതുകൊണ്ട് മേടിച്ചു. പൊന്നിനും മെഡിസിൻ കണ്ടില്ലേ ഉടുപ്പ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ മരുന്ന്. ചോക്ലേറ്റ് പോലെ ഇരിക്കുവേ. ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഇത് കണ്ടോ ഫ്രണ്ട്സ്. ഇതുപോലെ ഇത് കണ്ടോ ചോക്ലേറ്റ് പോലെ. നമ്മുടെ കാർബറീസ് ചോക്ലേറ്റ് ഇല്ലേ അതുപോലെ ഇരിക്കും. അതായത് കണ്ടോ ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തതായിട്ടോ. ഞാൻ മുറിച്ച് വെറുതെ ചോക്ലേറ്റ് പോലെ കൊടുക്കാം കേട്ടോ. കൊടുക്കുന്ന കാണിച്ചു തരാമേ. പൊന്നടേ നമ്മുടെ പൊന്നടേ. ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഇച്ചിരി പൊട്ട് നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ് പോലെ മുറിച്ചിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ഇങ്ങനെ തിന്നോളൂ. ചോക്ലേറ്റ് തന്നെ ചോക്ലേറ്റ്
താഴെ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടേ ഇത് എങ്ങോട്ട് കൊടുത്തേച്ചാൽ മതിയേ. അവൻ തിന്നോളും. ഇച്ചിരിയൊക്കെ ഇവന് ഇച്ചിരി തുപ്പിക്കളയാറുണ്ട് കേട്ടോ. എന്നാലും കഴിഞ്ഞു ഇച്ചിരിയും കൂടെ ഉണ്ട്. അത് വായിലിങ്ങനെ ഇത് കണ്ടോ, ഇത്രയും കൂടെ ഉണ്ട്. അതും കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഹോയ് കഴിച്ചു. ഗുഡ് ബോയ് കഴിച്ചേട്ടോ. കണ്ടോ കഴിച്ചു. ഇത്തിരി പൊടിയൊക്കെ വീണ് കണ്ടോ താഴെ, പൊടിച്ചങ്ങോട്ട് കൊടുത്തു. ഇത് കണ്ടോ, ഇത് തന്നെ കേട്ടോ. എടപ്പന്നാ കഴിച്ചല്ലേ, ഗുഡ് ബോയ് ആയി. ഇതാണ് കേട്ടോ. ഇതിൽ നിന്നാണ് എടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് പോലെ ഞാനിങ്ങനെ കൈ കൊണ്ട് പൊടിച്ച് കൊടുക്കും. അല്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചോക്ലേറ്റ് ഒട്ടിപ്പിടിക്കൂലേ, അതുപോലെ ഇരിക്കും. അല്ലെങ്കിൽ റൊട്ടിയുടെ അകത്തോ ഫുഡിൻ്റെ അകത്തോ വെച്ച് കൊടുക്കാം. ഇത് കേട്ടോ കൊടുത്തല്ലോ, ഇതൊക്കെ തരാം. അപ്പം ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടൊക്കെ വന്നത് കേട്ടോ. ഞാനെല്ലാം ഡ്രസ്സ് ചെറുതായിപ്പോയി, കൈ ചെറുതായിപ്പോയി. 30 തന്നെയാണ്, പക്ഷെ കൈ ചെറുതായിപ്പോയി. അതുകൊണ്ട് ഞാൻ നാളെ ഒന്ന് കൊണ്ടുപോയി അടിച്ചിട്ട് കൈയൊന്ന് വലുതാക്കി എടുത്തോണ്ട് വരാം. അവിടെ ഒരു തയ്യക്കടയിൽ കൊടുത്തേ. അവൻ നീ കിടക്കുന്ന ഈ ഫുഡൊക്കെ കൊടുത്ത് വരട്ടെ. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. വാ ആരാണ് പിന്നെ ആരാണ് വണ്ടി കൊണ്ടുവന്ന് വെച്ചു. ആ ഡോക്ടറിൻ്റെ ക്ലിനിക്ക് തുറന്നല്ലോ. അപ്പോൾ വണ്ടികൾ ഇഷ്ടംപോലെ അതേ അവിടെ വന്നിരിക്കുന്നത്. അതായി നോക്കുന്നത്. നക്കൽ തുടങ്ങി. ഇത് കേട്ടോ കണ്ടു, ഇതാണ് കാര്യം. നക്കൽ തുടങ്ങി. എവിടെ പിന്നെ ഒരു ഉമ്മൻ തന്നെ നമുക്കൊരു ഉമ്മൻ. ഞാനേ കടയിൽ നിന്ന് ഈ കളറിൻ്റെ ഇത് മോന് മേടിച്ചുകൊണ്ട് വന്നില്ലേ. ഇത് അവന് കൈയും എത്തുന്നില്ല, കഴുത്തും എത്തുന്നില്ലായിരുന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന് ശിലായി ചെയ്തു കേട്ടോ. സ്റ്റിച്ച് ചെയ്തു. കഴുത്തും ഒത്തിരി വലുതാക്കി, കൈയും വലുതായി. എന്നിട്ടും ഒരു കൈ കയറുന്നില്ല കേട്ടോ. അവനെന്തോ ഇത് 30ൻ്റെ തന്നെയാണ്. അളവൊക്കെ ഒന്ന് തന്നെയാണ്, അവൻ്റെ അളവ് തന്നെയാണ് മേടിച്ചത്. പക്ഷേ ലേബിള് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് അവർ എടുക്കുകയില്ല കടക്കാർ. അപ്പം ഞാൻ ഇതെന്ത് ചെയ്യാമെന്നറിയാമോ, നമ്മുടെ ബോജയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാളുവിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് കാളുവിന് ചെറിയ കഴുത്തല്ലേ. ഇത് 30ൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ വലുതാണ്, പക്ഷേ എന്തോ കഴുത്തും കൈയും അടിച്ചിട്ട് കയറുന്നില്ല. അപ്പം അത് കാരണം കാളുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാളു ഇടട്ടെ. അവന് നല്ല കളറായിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ അത് എന്തോ ഒരു കൈ കയറുന്നുണ്ട്, ഒരു കൈ എത്ര വലുതാക്കിയിട്ട് കയറുന്നില്ല. എന്തോ അവർ പിടുത്തം കൊച്ചിന്. ഇവന് തലയും ഇതിന് ഇത്ര വലിപ്പം ഉണ്ടല്ലോ. അപ്പോൾ ഇത് കാളുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേടിച്ചിട്ടൊന്നും വേറെ കളർ കിട്ടൂല കേട്ടോ. നമ്മൾ മേടിച്ച കളർ, ഈ കളർ ഒരു ടിപ്പിക്കൽ കളറായിട്ട് ഞാനിങ്ങ് മേടിച്ചതേ ഉള്ളൂ. പക്ഷേ സാരമില്ല, അവന് എത്തുന്നില്ല. നമ്മുടെ കാളിക്കുട്ടിക്ക് കൊടുക്കാം. കാളി കുഞ്ഞതാണല്ലോ. ഒരു കുഞ്ഞു വിശേഷമൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ഇവന് മെഡിസിൻ കൊടുക്കുന്ന കാര്യം കണ്ടോ. ഇത് നമ്മൾ എന്നും കൊടുക്കുന്ന മെഡിസിൻ ആണെങ്കിൽ അവൻ ശാന്തിയിലിരിക്കുക, ആരാമായിട്ട് ഇരുന്ന് കഴിച്ചോളൂ. ഇത് ഈ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത മെഡിസിൻ ചോക്ലേറ്റ് പോലെയാണെങ്കിൽ അതൊരു ചിക്കൻ്റെ ഫ്ലേവറും ഉണ്ട്. എന്നാൽ ഒരു എന്തോ പോലെയാണ്. അതായത് ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു അവൻ്റെ ബിസ്ക്കറ്റിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. പെഡിഗ്രീയുടെയൊക്കെ ഒരു സ്മെല്ലാണ് വരുന്നത് ആ ടാബ്ലറ്റ്സിന്. അങ്ങോട്ട് ഇറങ്ങാൻ വല്ല റൊട്ടിയില ചോറിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തോണ്ടേ അവൻ്റെ ഈ തൊണ്ടയിലിരിക്കുമല്ലോ ചോക്ലേറ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതാ കുറച്ചൊക്കെ പൊടിയൊക്കെ വീഴുന്നതും തുപ്പിക്കളയുന്നതൊക്കെ. എന്നാലും മുഴുവനും കൊടുത്തു. അപ്പോൾ മരുന്ന് കൊടുക്കുന്ന ആ കഷ്ടപ്പാടൊക്കെ കണ്ടില്ലേ പൊന്നോ. എവിടെ മരുന്ന് കൊടുത്ത കഷ്ടപ്പാടൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇല്ലേ എന്ത് കഷ്ടപ്പാടില്ല. എന്നെ പൊന്നൂന്ന് വിളിച്ചപ്പോൾ എണീറ്റിരിക്കുന്നതാണ് കേട്ടോ. ഈ ഉടുപ്പ് പൊന്നിന് പറ്റില്ല, ഇത് കാലുവിന് കൊടുക്കാട്ടെ. പാവ കാല് വിട്ടോട്ടെ തണുപ്പത്ത്. അവനിങ്ങനെ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ ഉടുപ്പൊക്കെ. എന്നാലും ഇതങ്ങോട്ട് കൊടുത്തേക്കാം. പൊന്നുവേ എല്ലാവരും ഒന്ന് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. ഇനി ഇവന് ഫുഡ് കൊടുക്കണം. ഞാനപ്പോൾ ഇങ്ങനെ രാത്രി പണിക്കാരൊക്കെ പോയിട്ട് ഈ രാത്രിയുള്ള ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ ആയിട്ടാണ് വരുന്നത്.
എല്ലാവരും ഒന്ന് ക്ഷമിച്ച് പൊറുക്കുക. പകലൊക്കെ ആയിട്ടുള്ളതും രാത്രിയായിട്ടുള്ള വീഡിയോ ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനാണ്. പെട്ടെന്ന് ആട്ടെ ചേട്ടാ, മൂത്രം ഒഴിക്കാനാണ് അവന്. താഴെ ഗേറ്റ് പൂട്ടണം. താഴെ കൊണ്ടുപോകും, കൊണ്ടുപോക്കോ പെട്ടെന്ന്. കുറേ നേരമായി കൊച്ചു മൂത്രം ഒഴിക്കാൻ. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരമായി നിൽക്കുന്നത്. ഇതേ പൂക്കാരത്തി ചേച്ചി എൻ്റെ മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പോൾ അത് എന്നെ കൊണ്ടൊന്ന് കാണിച്ചതാണ്. ഇവിടെ ഓഫീസിലെ പൂ മേടിക്കാൻ പോകും. അപ്പോൾ ഞാനും പൂ മേടിക്കാം. അപ്പോൾ എൻ്റെ മകളാണെന്ന് അറിയാം അവർക്ക്. അവർ ദൂരെ നിന്ന് വരുന്നതാണ്, ഇവിടുത്തെ ഉള്ളവരല്ലല്ലോ. അപ്പോൾ എന്നും ഒരു റോസാപ്പൂവോ ഇതോ കൊടുക്കും. അപ്പോൾ ഇത് കൊടുത്തിട്ട് രാവിലെ കൊടുത്താണ് കേട്ടോ. അവളത് സൂക്ഷിച്ച് വെച്ച് എന്നെ കൊണ്ടൊന്ന് കാണിക്കുന്ന. മമ്മിയുടെ പൂക്കാരത്തി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് മമ്മി. എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. എൻ്റെ മക്കളെ എല്ലാവരും ഇഷ്ടപ്പെടാമായിരിക്കും. അതാണ് ഈ വച്ചുകൊണ്ട് നടക്കുന്നത്. ഒരാൾ ഗിഫ്റ്റ് കൊടുത്താൽ എങ്ങനെയാണ് അതുകൊണ്ട് നടക്കും. ആ റോഡിൽ നിന്നാൽ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കാലുവിനെ തയ്ച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ മോളും പറഞ്ഞു അത് കാലുവിനോ ബോജയ്ക്ക് കൊടുത്തേക്കാം. ഇത് കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അവൾ കപ്പ് കഴിഞ്ഞു. അവിടെ ശോഭാ ഫൂൾ, അതായത് ഈ ചെമ്പരത്തി പൂ മേടിച്ചിട്ട് തലയിൽ തേക്കാൻ അത് മേടിച്ചുകൊണ്ട് ഒന്ന് കഴുകി വെക്കണം. കയറി ഇപ്പോൾ കന്നാണേ. മോളവിടെ തുളസിയിലയും ചെമ്പരത്തി പൂവൊക്കെ കഴുകണം. പുള്ളി തുളസിയിലയും ചെമ്പരത്തിപ്പൂവും കറിപ്പത്തയും പിന്നെ കറിവേപ്പിലയും അരിവേപ്പിലയൊക്കെ അരച്ച് തേക്ക് തലയിൽ കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട വെള്ളമാണല്ലോ. അപ്പോൾ അതൊക്കെ തേക്കാതെ പറ്റില്ല. ഉലുവയൊക്കെ ഇത് വരുന്നുണ്ട്. അച്ഛൻ വിളിക്കുന്നുണ്ട്. സ്കൂബു പൊന്നാ സ്കൂബി അപ്പോൾ വരും കേട്ടോ. വരുന്നുണ്ട്. പൊന്നൂന്ന് വിളിച്ചപ്പോൾ ഓടി വരുന്നുണ്ട്. അച്ഛൻ ഗ്രില്ല് പൂട്ടുന്നുണ്ട്. വരിപ്പതേ കിതച്ച് സൗണ്ട് വരുന്നു. കിതക്കുന്ന സൗണ്ട് കണ്ടോ. എവിടെ പോയി? കാലൊക്കെ തുടക്കണ്ടേ? വാ, കാലൊക്കെ തുടച്ച് തരാം. വാ, കൊണ്ടുവാ കാലൊക്കെ. വാ, ഇവിടെ ഇരിക്കുക. എന്നാ വാ, മോന്തടിച്ച് തരാം. വേറെ എടുക്കട്ടെ മാമ. പോയി കടന്നപ്പോ ശരി, പൊക്കോ ബസ് പൊക്കോ. എല്ലാവർക്കും ഒരു ബൈ ഹായ് ഒക്കെ കൊടുത്തേ. കൈയും കാലൊക്കെ തുടച്ചല്ലോ. ഹായ്, ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഹായ്, ടാറ്റ. എല്ലാ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കൊക്കെ ടാറ്റ. ഒന്നും കൂടെ കൊടുക്കുക. ടാറ്റ. ഒന്നും കൂടെ കൊടുക്ക്. ടാറ്റ. എങ്ങനെ ടാറ്റ പറഞ്ഞേ? ടാറ്റ. ഗുഡ് ബോയ്. ടാറ്റ പറ. ഉറക്കം പറ. ടാറ്റ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഞാൻ ഉറങ്ങേണ്ട സമയം. പൊക്കോ.